ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഭാഗമാണ് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക എന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നു. കഴിഞ്ഞ പ്രഭാഷണത്തിൽ അള്ളാഹു സ്തുതിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ ഏതെങ്കിലും ഒരു സ്തുതി അവന് ആവശ്യമുള്ളത് കൊണ്ടല്ല, മറിച്ച് നാം അവന് വിധേയപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണ് നമ്മൾ അവനെ പ്രകീർത്തിക്കുകയും അവനെ സ്തുതിക്കുകയും ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ അള്ളാഹു കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ് നമ്മൾ അവനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമ്മുടെ ശബ്ദം കേൾക്കാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അസ്സനാ വത്തലബ് എന്നുള്ളത് പൊതുവെ ഒന്നിച്ച് പറയാറുണ്ട്. അതായത് അള്ളാഹുവിനെ പുകഴ്ത്തുന്നതും അവനോട് നമ്മൾ ആവശ്യപ്പെടുന്നതും അവനോട് ചോദിക്കുന്നതും അവനെ സ്തുതിക്കുകയും ചെയ്യുക എന്നുള്ളതും ഒരേപോലെ അവന് ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ്. നമ്മൾ മനുഷ്യരെ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരോട് നമ്മൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ, അത് നിരന്തരം ആവശ്യപ്പെടുകയാണെങ്കിൽ പലപ്പോഴും അവർക്കത് നമ്മളോടുള്ള സ്നേഹം കുറയുന്നതിന് കാരണമാകും. നമ്മൾ ഒരാളോട് നിരന്തരം ഓരോ സന്ദർഭത്തിൽ വിളിച്ച് പലതും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നാൽ നമുക്കും മടുപ്പ് തോന്നും, അവർക്കും മടുപ്പ് തോന്നും. കാരണം അവർ നമ്മുടെ കോളുകൾ കിട്ടുമ്പോൾ തന്നെ, അത് ലഭിക്കുമ്പോൾ തന്നെ അവർ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ചോദിക്കാനോ എന്തെങ്കിലും ആവശ്യപ്പെടാനോ ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അത്തരം കേസുകളിൽ സംഭവിക്കുക, നമ്മുടെ കോളുകൾ എടുക്കുന്നത് അവർ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അവരോട് ഏതെങ്കിലും അർത്ഥത്തിൽ സംസാരിക്കാൻ തയ്യാറാകുന്നതോ അവർ ഇഷ്ടപ്പെടാത്ത ഒരവസ്ഥയിലേക്ക് അത് എത്തിച്ചേരും. എന്നാൽ അള്ളാഹുവിൻ്റെ കാര്യം അങ്ങനെയല്ല. അവനെ സ്തുതിക്കുന്നത് നമ്മെ അവനിലേക്ക് അടുപ്പിക്കുന്നു, അവനോട് ചോദിക്കുന്നതും നമ്മെ അവനിലേക്ക് അടുപ്പിക്കുന്നു. അള്ളാഹു എന്ന സൃഷ്ടാവിനെ സൃഷ്ടികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന അതിശയകരമായ ഒരു സങ്കല്പമാണിത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞതായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. ഇന്ന റബ്ബക യുഹിബ്ബുൽ ഹംദ്, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളിൽ നിന്നുള്ള സ്തുതി ഇഷ്ടപ്പെടുന്നു. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിർമിദി റിപ്പോർട്ട് ചെയ്ത ആ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നുണ്ട്: സലുല്ലാഹ മിൻ ഫളലിഹി ഫഇന്നല്ലാഹ യുഹിബ്ബു അൻ യുസ്അൽ. നിങ്ങൾ അള്ളാഹുവിനോട് അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് ചോദിക്കുക, കാരണം അവൻ ചോദിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അവനോട് ചോദിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: വ ഇന്ന അഫ്ളലൽ ഇബാദത്തി ഇന്തിലാറുൽ ഫറജ് വ ഇന്ന അഫ്ളലൽ ഇബാദത്തി ഇന്തിലാറുൽ ഫറജ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് നാം ഒരു പ്രയാസത്തിൽ നിന്നുള്ള മുക്തി കാത്തിരിക്കുന്നത്, ഒരു പ്രതിസന്ധിയിൽ നിന്നുള്ള മോചനം നമ്മൾ കാത്തിരിക്കുന്നത്, അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസം നമ്മൾ കാത്തിരിക്കുന്നത് ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് അരുൾ ചെയ്യുകയാണ്. അതുപോലെ സൂറത്തുൽ ബഖറയിലെ വളരെ സുപ്രധാനമായ റമദാനിനെ കുറിച്ച് അള്ളാഹു പരാമർശിക്കുന്ന, നോമ്പ് നിർബന്ധമാക്കിയതിനെ കുറിച്ച് പരാമർശിക്കുന്ന, പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസത്തെക്കുറിച്ച് പറയുന്ന ആ ഭാഗത്തിന് ശേഷം സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുന്നുണ്ട്: വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅാൻ. എൻ്റെ ദാസന്മാർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവർക്ക് സമീപസ്ഥനാകുന്നു. പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. ഇവിടെ ഈ വാചകത്തിന്റെ ഘടന തന്നെ വഇദാ സഅലക ഇബാദി അന്നി, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് നിന്നോട് ചോദിച്ചാൽ താങ്കൾ അവരോട് പറയണം എന്ന വാക്ക് ഒഴിവാക്കിയിട്ട് അള്ളാഹു അതിന് മറുപടി പറയാണ്: ഫഇന്നി ഖരീബ്, ഞാൻ അവരോട് അടുത്തതാണ് എന്ന് പറഞ്ഞാൽ താങ്കൾ അവരോട് പറയണം എന്ന വാചകത്തിന്റെ അത്ര പോലും അകലം അവർക്കില്ല, മറിച്ച് അവരോടുള്ള അടുപ്പത്തെക്കുറിച്ച് ഞാൻ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കാം എന്ന് അള്ളാഹു പറയണം. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിന് അത് നമ്മൾ ഏറ്റവും അടുത്ത് നിന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്ക് അള്ളാഹു നമ്മളോട് ഏറ്റവും സമീപസ്ഥനാണെന്നും
അവൻ നമുക്ക് ഉത്തരം നൽകുമെന്നും മനസ്സിലാക്കാനാണ് ഈ സാധാരണഗതിയിൽ ഈ വാചകം ഉദ്ധരിക്കുന്നത്. പക്ഷേ നോക്കൂ, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നു. പക്ഷെ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അവൻ്റെ സാമീപ്യം തന്നെ അവൻ നൽകുന്ന ഒരു മറുപടിയാണ്. ഞാൻ സമീപസ്ഥനാകുന്നു എന്നത് തന്നെ നമുക്ക് അവനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് അള്ളാഹു എങ്ങനെ ഉത്തരം നൽകുന്നു എന്നത് രണ്ടാമത്തെ കാര്യമാണ്. മറിച്ച് നമുക്ക് അവനുമായിട്ട് നേരിട്ടൊരു ബന്ധമുണ്ടെന്നും നമ്മുടെ ശബ്ദം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു രക്ഷിതാവ് നമുക്കുണ്ടെന്നതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹു ചോദിക്കുന്ന ഒരു ദാസന് എന്തെങ്കിലും കൊടുക്കാതിരിക്കുക എന്നത് അള്ളാഹു തന്നെ ലജ്ജിക്കുന്ന ഒരു സംഗതിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഒരു വചനം ഇവിടെ വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറയുകയാണ്, ഇന്നി ലാ അഹ്മിലു ഹമ്മൽ ഇജാബ വലാകിന്നി അഹ്മിലു ഹമ്മ ദുആ. അതായത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഉത്തരത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ വിഷമിക്കാറില്ല, മറിച്ച് പ്രാർത്ഥിക്കാനുള്ള എൻ്റെ കഴിവ് അല്ലെങ്കിൽ ആ പ്രാർത്ഥിക്കാനുള്ള എൻ്റെ ആഗ്രഹം അതിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. എന്ന് പറഞ്ഞാൽ ഉത്തരം എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു എന്നത് തന്നെ, ആ പ്രാർത്ഥിക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നത് തന്നെ ഏറ്റവും നല്ല കാര്യമാണ് എന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. നമ്മൾ എത്ര തകർന്നവനാണെങ്കിലും എത്ര പാപിയാണെങ്കിലും അള്ളാഹുവിൽ നിന്ന് എത്ര അകന്നു പോയിട്ടുള്ള ആളാണെങ്കിലും അള്ളാഹുവിനെ വിളിക്കാനുള്ള കഴിവ്, അവൻ നമ്മുടെ ശബ്ദം കേൾക്കാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവ്, അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ഇബ്നു അത്താഉല്ലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ മനോഹരമായ ഒരു വചനമുണ്ട്, മത്താ അത്ലഖല്ലാഹു ലിസാനക ബിത്വലബ് ഫഅലം അന്നഹു യുരീദു അൻ യുഅതിയക്. എപ്പോഴെങ്കിലും അള്ളാഹു നിന്റെ നാവിനെ അവനോട് ചോദിക്കാനായി നിനക്ക് തൗഫീക്ക് തന്നാൽ നിനക്കെന്തോ നൽകാൻ അവൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് നീ മനസ്സിലാക്കുക. അതായത് പ്രാർത്ഥിക്കാനുള്ള ഒരു സന്മനസ്, ഒരു സന്നദ്ധത നമുക്കുണ്ടാകുമ്പോൾ അതിൻ്റെ അർത്ഥം അള്ളാഹു എന്തോ ഒന്ന് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. അള്ളാഹു നമുക്ക് തരാൻ, ഉത്തരം നൽകാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ആ പ്രാർത്ഥന പോലും നമുക്ക് നടത്താൻ സാധിക്കുമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ സമ്മാനം അള്ളാഹു അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നതും അതിൻ്റെ ഫലമായി നാം അവനിലേക്ക് അടുക്കുന്നു എന്നതുമാണ്. അള്ളാഹുവിനെ നമ്മൾ വിളിക്കുമ്പോൾ അവൻ നമ്മുടെ ചാരയുണ്ട് എന്നതാണ് ഒന്നാമത്തെ സമ്മാനം. രണ്ടാമത്തെ സമ്മാനം, നമുക്ക് ഗുണകരമായ രീതിയിൽ നമ്മുടെ ഐഹികവും പാരത്രികവുമായ ജീവിതത്തിന് ഏറ്റവും ഉത്തമമായ രീതിയിൽ അവൻ ഉത്തരം നൽകുന്നു എന്നതാണ്. കാരണം അതായത് നമ്മളൊരു പക്ഷേ ചോദിക്കുന്നത് നമുക്ക് ലഭിച്ചുകൊള്ളണമെന്നില്ല. കാരണം നമ്മുടെ അറിവ് പരിമിതമായതുകൊണ്ട് ചിലപ്പോൾ നാം ചോദിക്കുന്നത് തരുന്നത് നമുക്ക് ദോഷകരമായ ആയേക്കാം. അതുകൊണ്ട് ആ ദോഷകരമായ സംഗതികളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുന്നു. ഫൽയസ്തജീബൂലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ എന്നതാണല്ലോ നേരത്തെ പറഞ്ഞ വാചകത്തിന്റെ തുടർച്ചയായിട്ട് അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് എന്നോട് ഉത്തരം ചോദിക്കട്ടെ, എന്നിൽ വിശ്വസിക്കട്ടെ, അവർ നേർവഴി പ്രാപിക്കും. അതാണ് അവസ്ഥ. എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ചോദിക്കുന്നതനുസരിച്ച് നൽകുക എന്നതല്ല, നമുക്ക് നേർമാർഗം കണ്ടെത്താനും നമുക്ക് നേരായ പാതയിലൂടെ ചലിക്കാനും പറ്റുന്ന സംഗതികൾ അള്ളാഹു നമുക്ക് നൽകുന്നു എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ അവനോട് ചോദിക്കുക. കാരണം ചോദിക്കപ്പെടുന്നത് ഇഷ്ടപ്പെടുന്ന ഒരു രക്ഷിതാവാണ് നിങ്ങൾക്കുള്ളത്. അള്ളാഹുവിനോട് ചോദിക്കുകയും ആ ചോദ്യത്തിൻ്റെ ഫലമായി അവൻ്റെ സാമീപ്യം ലഭിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.